അപ്പം മച്ചന്മാരെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു പയ്യനെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചികിത്സാ സഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് വൈകിട്ടാണ് അതിൻ്റെ ഒരു ചടങ്ങ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പിള്ളേർ കരോള് പാടി ഉണ്ടാക്കിയ കുറച്ച് പൈസ ആ പയ്യന് ധനസഹായമായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളിന്ന് വൈകിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല അതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ മെമ്പർ സുനിൽ ചെല്ലപ്പൻ എന്ന് പറഞ്ഞാൽ ചേട്ടനാണ്. അപ്പോൾ ചേട്ടനെ ഒരു ജോലിക്ക് പോയേക്കാണ്. അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ചേട്ടൻ പോയിട്ട് വന്നിട്ട് നമുക്ക് വൈകിട്ടാണ് ഇതിൻ്റെ ആ ഒരു ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ശേഷം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതുപോലെ നമുക്ക് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ QR കോഡ് നമ്മൾ താഴെ കൊടുത്തേക്കാം. ആർക്കെങ്കിലും സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ QR കോഡ് ഉപയോഗിച്ച് സഹായം ചെയ്യണം. അതുപോലെ നമ്മുടെ എൻ്റെ നമ്പർ തൊട്ട് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആ നമ്പർ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും നേരിട്ട് സഹായം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും പറയാം. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ മച്ചന്മാരെ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. അപ്പോൾ എല്ലാവരും കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പയ്യൻ്റെ ജീവിതം രക്ഷപ്പെടും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തന്നെ ഫസ്റ്റ് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മെമ്പർ ശ്രീ സുനിൽ ചെല്ലപ്പൻ അവർക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ ഓരോ മെമ്പേഴ്സും എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും നല്ല കോപ്പറേഷനിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനുവേണ്ടി നമുക്ക് എന്തുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തു തരാൻ വേണ്ടി നമ്മുടെ കണ്ണൻചേട്ടൻ നമ്മളിവിടെ ഉണ്ട്. പ്രത്യേകിച്ച് കണ്ണൻചേട്ടനെ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിവിടെ ഒത്തുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്വന്തം അനുജന് വേണ്ടി നമ്മൾ ചികിത്സാ സഹായമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു 2024 ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് കരോളിൻ്റെ സമയമായപ്പം ഞങ്ങൾ ഒത്തൊരുമിച്ച് ഇരുന്നിട്ട് ചിന്തിച്ചു, നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തെടുക്കാൻ ചിന്തിച്ചപ്പോഴാണ് നമുക്കൊരു അത്യാവശ്യമായിട്ടൊരു വെയിറ്റ് ഷെഡിൻ്റെ കാര്യം എല്ലാവരും ഒരു ആലോചന കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം, നമുക്ക് കരോൾ ഇറങ്ങിയ എമൗണ്ട് ഇട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള സാഹചര്യത്തിൽ ഒത്തൊരുമിച്ച് പോയതിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നപോലെ പ്രിയ അഭിനവിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാൻഡിംഗ് ആയിട്ട് പെട്ടെന്ന് ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും ആ കാര്യം നമ്മുടെ ഇതിൽ അറിയിക്കുകയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് നമുക്ക് ആ വീട് ഷെഡിൻ്റെ കാര്യം നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രിയ സഹോദരന് വേണ്ടി ആ സഹോദരന് വേണ്ടി നമുക്ക് ചികിത്സാ സഹായം ചെയ്യാം, അതിന് നമുക്ക് കരോളിറങ്ങിയ എമൗണ്ട് നമുക്ക് കൊടുക്കാം എന്നുള്ളൊരു എല്ലാവരും ഒരു ഒറ്റ കൂട്ടായിട്ടുള്ള കാര്യമാണ് കൊണ്ടുവന്നത്. അതിപ്പം ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പ്രത്യേകം എല്ലാവരും അഭിനവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ എമൗണ്ട് എല്ലാവരുടെയും സാന്നിധ്യപ്രകാരം നമ്മുടെ അഭിനവിൻ്റെ അനുജൻ നന്ദുവിനെ നമ്മൾ കൈമാറുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് അതിലേക്ക് നമുക്ക് കടക്കാം. പ്രത്യേക മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് നമുക്ക് എമൗണ്ട് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ കൂട്ടായ പ്രവർത്തനത്തെ പറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യത്തെ പറ്റിയും സംസാരിക്കാനായി മെമ്പറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഗാർഡിയൻസ് ക്ലബിൻ്റെ കൂട്ടുകാർ, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യം, അതും സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് അതിനേക്കാൾ പ്രാധാന്യമുള്ള ഈ ഒരു സഹപാഠിയെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് കാണിച്ചതിന് ആദ്യമേ എല്ലാവരെയും അഭിനന്ദിക്കട്ടെ. ഇത് നമ്മുടെ സമൂഹത്തിന്, യുവജനങ്ങൾക്ക് ഒരു മാതൃകയാണ്. വരും നാളുകളിലും ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന, രോഗത്താലും ദുഃഖപ്പെടുന്ന ഒട്ടേറെ പേരെ സഹായിക്കാനുള്ള ഇനിയും വരുന്നവർക്ക് ഒരു മാതൃകയാണ് നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി. എല്ലാവരുടെയും മനസ്സിന് അതിൻ്റെ നന്മയുണ്ടാവണം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഭിനവിന് വേണ്ടി ഇനിയും എവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമ്മളാൽ കഴിയും വിധം എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമവും കൂടി ഇനിയും ഉണ്ടാവണം. നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ നമ്മളാൽ കഴിയുന്നതാണ്, പക്ഷേ ഇതൊന്നും പോരാ. അതിനപ്പുറത്തേക്ക് ഒരു വലിയ തുക ഇനിയും ആവശ്യമായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മെമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഗാർഡിയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളും, അപ്പം ഇവിടെ നമ്മൾ എത്തിച്ചേർന്നത്, നമ്മൾ ആ ഒരു കർത്തവ്യം നമ്മളിവിടെ നിറവേറ്റിയിരിക്കുകയാണ്.
നമ്മുടെ കുഞ്ഞനുജൻ അഭിനവിന് വേണ്ടിയുള്ള ഒരു സഹായഹസ്തം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. അത് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന മെമ്പറിന് ആദ്യം തന്നെ എൻ്റെ പേരിൽ അതുപോലെ തന്നെ ക്ലബിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ സഹായിക്കുന്ന കണ്ണൻ ചേട്ടനും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഗാർഡിയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.